ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻസിറ്റു എക്സിറ്റ് കൺസർവേഷൻ എന്താണെന്ന് നോക്കാം. വന്യജീവി സംരക്ഷണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിവിധ തരം ജന്തുക്കളുടെയും അവയുടെ ആവാസ വ്യവസ്ഥയും സംരക്ഷിക്കുക എന്നതാണ്. ആഗോളതലത്തിൽ വന്യജീവി സംരക്ഷണത്തിന് നേതൃത്വം വഹിക്കുന്ന സംഘടനകളാണ് വേൾഡ് വൈഡ് ഫണ്ട്, കൺസർവേഷൻ ഇൻ്റർനാഷണൽ, ദ വൈൽഡ് ലൈഫ് കൺസർവേഷൻ സൊസൈറ്റി എന്നത്. ഇൻസിറ്റു കൺസർവേഷൻ എന്താണെന്ന് നോക്കാം. ജീവികളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിലും പരിസ്ഥിതിയിലും സംരക്ഷിക്കുന്ന രീതിയാണ് ഇൻസിറ്റു കൺസർവേഷൻ എന്നത്. ഒരു ഓൺസൈറ്റ് കൺസർവേഷൻ ഉദാഹരണമാണ് ഇൻസിറ്റു കൺസർവേഷൻ എന്നത്. ഇൻസിറ്റു കൺസർവേഷനിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയെന്ന് നോക്കാം. ദേശീയോദ്യാനങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ, ബയോസ്ഫിയർ റിസർവുകൾ, ജൈവവൈവിധ്യ ഹോട്ട്സ്പോട്ടുകൾ, കമ്മ്യൂണിറ്റി റിസർവുകൾ, കാവുകൾ, ഇതെല്ലാം ഇൻസിറ്റു കൺസർവേഷനിൽ ഉൾപ്പെടുന്നവയാണ്. എക്സിറ്റു കൺസർവേഷൻ എന്താണെന്ന് നോക്കാം. ജീവികളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് പ്രത്യേക ക്രമീകരണങ്ങളോടെ സംരക്ഷിക്കുന്ന രീതിയാണ് എക്സിറ്റു കൺസർവേഷൻ എന്നത്. ഒരു ഓഫ് സൈറ്റ് കൺസർവേഷൻ ഉദാഹരണമാണ് എക്സിറ്റു കൺസർവേഷൻ എന്നത്. കൺസർവേഷൻ ഓൺ ബയോളജിക്കൽ ഡിവേഴ്സിറ്റിയുടെ അനുച്ഛേദം 9 എക്സിറ്റ് കൺസർവേഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ജൈവ വൈവിധ്യ സംരക്ഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതും ജനിതക വിഭവങ്ങളുടെ സുസ്ഥിരമായ ഉപയോഗവും തുല്യമായ പങ്കിടലും ഉറപ്പിക്കുന്നതിന് രൂപകൽപ്പന ചെയ്ത അന്താരാഷ്ട്ര ഉടമ്പടിയാണ് കൺസർവേഷൻ ഓൺ ബയോളജിക്കൽ ഡിവേഴ്സിറ്റി എന്നത്. എക്സിറ്റു കൺസർവേഷനിൽ ഉൾപ്പെടുന്നവ എന്താണെന്ന് നോക്കാം. സുവോളജിക്കൽ പാർക്ക്, ബയോളജിക്കൽ ഗാർഡൻ, വന്യജീവി സവാരി പാർക്കുകൾ, അക്വേറിയങ്ങൾ, ക്രയോ പ്രിസർവേഷൻ സെൻ്ററുകൾ, DNA ബാങ്കുകൾ, മൃഗശാലകൾ, ഇവയെല്ലാം എക്സിറ്റു കൺസർവേഷനിൽ ഉൾപ്പെടുന്നവയാണ്.